ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗീതു ജീവൻ മരണ പോരാട്ടമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും രാധികയുടെയും മകൻ്റെയും ചതി പുറത്തു കൊണ്ടുവരുമെന്ന് തീരുമാനിച്ചുറപ്പിച്ച് നമ്മുടെ ഗീതു ഇങ്ങ് പോരുന്നു. ഈ സമയത്താണ് വിജയലക്ഷ്മിയുടെ മകളും തമ്മിൽ കാണുന്നതും അമ്മയും മകളും പഴയ ആ ഒരു ദേഷ്യം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും. അപ്പോൾ എന്നെ പ്രസവിച്ച നിങ്ങളാണ് എൻ്റെ ജീവിതം തച്ചുടച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മകൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുക. അപ്പം മകളിങ്ങനെ അമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ജീവിതം നശിപ്പിച്ച അമ്മയെ തനിക്ക് പുല്ലുവിലയാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും മകൾ എന്ത് ചെയ്തു? അമ്മയെ തള്ളിക്കളഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മി ഏറ്റവും വലിയ തെറ്റുകാരിയാണെന്നും സ്വന്തം മകളുടെ ജീവിതം നശിപ്പിച്ച നിങ്ങളെ എനിക്ക് കാണണ്ടെന്നൊക്കെ പറഞ്ഞങ്ങ് പോകുന്നു. അപ്പോൾ ഇവരുടെ മുന്നിൽ രഞ്ജു എന്ന് പറഞ്ഞ പേര്, അത് വേറൊരു പേര്, അങ്ങനെ വ്യത്യസ്തങ്ങളായ പേര് ആ പെൺകുട്ടിക്കുണ്ട്. അതിലേതാണ് സ്ഥായിയായ പേര് എന്നുള്ളത് വരും ദിവസങ്ങളിലേ അറിയാൻ കഴിയത്തുള്ളൂ. എന്തായാലും മകളത് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വിജയലക്ഷ്മി മാഡം അവിടെ നിന്ന് ആലോചിക്കുക പണ്ട് നടന്ന കാര്യങ്ങളെപ്പറ്റി. തൻ്റെ മകൾ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ, അന്ന് സംഭവിച്ച വഴക്കും ആ വഴക്കിനോടനുബന്ധിച്ച് പിന്നീട് എനിക്ക് താലിഭാഗ്യം, അതായത് നമ്മുടെ ഗോവിന്ദിൻ്റെ താലി എൻ്റെ കഴുത്തിൽ കയറാൻ ഉള്ള അവസരം അമ്മയായിട്ട് ഒരുക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും തീരുമെന്നും പിന്നെ എൻ്റെ ജീവിതത്തിലെ എൻ്റെ ആജന്മ ശത്രു എൻ്റെ അമ്മയായിരിക്കുമെന്ന് അന്ന് മകള് താക്കീത് കൊടുത്തിട്ട് പോയ കാര്യങ്ങളെല്ലാം വിജയലക്ഷ്മി മാം ഒരു നിമിഷത്തേക്ക് ഓർക്കുക. കാരണം അത്രമാത്രം ഗോവിന്ദൻ്റെ ഭാര്യയാകാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് രഞ്ജുവിനെ കാണിക്കുന്നത്. അങ്ങനെ രഞ്ജു അമ്മയുടെ ശത്രു ആകാനുള്ള കാരണങ്ങൾ നമ്മുടെ രഞ്ജു തന്നെ ഇതെല്ലാം പറയുന്നു. അങ്ങനെ വിജയലക്ഷ്മി മാഡം അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗീതു അവിടെ തറവാട്ടിലെത്തി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് ആ ലാപ്ടോപ്പ് ഗീതു കയ്യിൽ നിന്ന് നിലത്ത് വെക്കുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ ഗീതുവിൻ്റെ കയ്യിൽ ലാപ്ടോപ്പ് ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്താ സയാമീസ് ഇരട്ടയെ കൊണ്ട് നടക്കുന്നത് പോലെ ഇവളെന്നെ കാണിക്കുന്നതെന്ന് ചോദിച്ച് രാധികയും വരുണും ഒക്കെ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ പറച്ചിലും കാര്യങ്ങളും അതെല്ലാം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഗോവിന്ദൻ ഗീതു പറഞ്ഞ അനുസരിച്ച് നേരത്തെ ഇന്ന് വന്നു. ഗോവിന്ദൻ നേരത്തെ വന്നപ്പോഴും ഗീതു ഇങ്ങനെ ലാപ്ടോപ്പും പിടിച്ചിങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ ഗോവിന്ദനെ കണ്ടു, ഗീതുവും കണ്ടു, ഗോവിന്ദനും കണ്ടു, ഗോവിന്ദനെയും കണ്ടു. കറക്റ്റ് ടൈമിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഗോവിന്ദേട്ടൻ എത്തിയല്ലോ. അപ്പോൾ ഗോവിന്ദേട്ടന് പറഞ്ഞ സമയത്ത് വരാനൊക്കെ അറിയാമല്ലേ എന്ന് ചോദിച്ചപ്പം, അയ്യോ നീ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ പിന്നെ നീ എൻ്റെ തലയെടുക്കില്ലേ, അത് കാരണമാണ് ഞാൻ നേരത്തെ കറക്റ്റ് സമയത്ത് വന്നതെന്ന് പറയാം. അല്ല എന്തിനാണ് എന്തൊക്കെയോ തെളിയിക്കാനുണ്ടെന്നോ എന്തൊക്കെയോ പറയാനുണ്ടെന്നോ നേരത്തെ വരണം എന്നൊക്കെ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ കണ്ണേട്ട ചില കാര്യങ്ങൾ കണ്ണേട്ടനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ചില കാര്യങ്ങളിൽ ഞാൻ ചില തെളിവുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തെളിവുകൾ വെച്ച് കണ്ണേട്ടൻ്റെ മുന്നിൽ എനിക്ക് ആ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണം. അപ്പോൾ അങ്ങനെ അതൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ണേട്ടനോട് വരാൻ പറഞ്ഞത് എന്ന കാര്യം പറയുമ്പോൾ, അങ്ങനെ എൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ എന്ത് കാര്യമുള്ളത്? പോയി ഫ്രഷായിട്ട് വാ, സമയമുണ്ടല്ലോ, ഞാൻ പറഞ്ഞ ടൈം ആയില്ലല്ലോ, ഞാൻ പറഞ്ഞ ടൈം ആവട്ടെ, കണ്ണേട്ടൻ്റെ മുന്നിലെല്ലാം ഞാൻ പുറത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിൽ ഈ സംസാരിക്കുന്നതൊക്കെ രാധികയും അതുപോലെ വരുണും അപ്പുറം മാറി നിന്ന് കാണും. അപ്പോൾ തന്നെ രാധികയ്ക്ക് മനസ്സിലായി ഇവൾ എന്തോ ഒരു കെണി ഒരുക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഗീതു അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി, അതുപോലെ തന്നെ ഗോവിന്ദനും അകത്തേക്ക് കയറിപ്പോയി. അവർ രണ്ടുപേരും കൂടി അകത്ത് പോയി കഴിഞ്ഞപ്പോൾ അമ്മയും മകനും കൂടെ അവിടെ നിന്ന്, അമ്മേ എന്തായിരിക്കും ഗീതു ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ഗീതു എന്തെങ്കിലും നമ്മളെ പേടിപ്പിക്കാൻ പറഞ്ഞതാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലും ഇല്ല, അവളെ അങ്ങനെ നിസ്സാരമായിട്ട് നീ കാണരുത്. കാരണം അവൾ നമ്മൾക്കെതിരെ എന്തോ ഒരു വലിയ തെളിവ് ശേഖരിച്ചിട്ടുണ്ട്. ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൾ നമ്മളെ കുരുക്കും എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. ഗീതു എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ അമ്മയും മകനും കൂടി ആ കാര്യം പറയുമ്പോൾ ഗീതുവിന് അങ്ങനെയൊന്നും നമ്മളെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ലെന്നുള്ള കാര്യം പറയുവാണ് വരുൺ. അങ്ങനെയൊന്നും വിശ്വസിച്ചിരിക്കാൻ കഴിയില്ല, ഒരിക്കലും വിശ്വസിക്കാനും പാടില്ല. അവളെ നിസാരത്തിൽ കണ്ടാൽ നമുക്കായിരിക്കും പണി കിട്ടുന്നതെന്നും രാധിക അമ്മ മകനോട് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ഗീതു ഇങ്ങനെ റൂമിൽ പോയി ആലോചനയും കാര്യങ്ങളുമായിട്ടിരിക്കുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രേഖ ചെന്നിട്ട് ചോദിച്ചു, എന്താ ഗീതുമോളെ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? നീ എന്താ ഏതാണ്ടൊക്കെ പറയും എന്ന് പറഞ്ഞതെന്നൊക്കെ ചോദിച്ചപ്പം, അങ്ങനെ ആ ഒരു കാര്യം ചോദിച്ചപ്പം എനിക്ക് രേഖയച്ചോടൊന്നും മറയ്ക്കാനില്ലെന്നും ഈ വീട്ടിൽ നമ്മളുടെ അവസ്ഥ അതെന്താകുമെന്ന് ഓർത്തിട്ട് എനിക്ക് ശരിക്കും പേടിയുണ്ട് എന്നുള്ള കാര്യം അന്നേരത്തേക്കും രേഖ പറയുക ഗീതുവിനോട്. രേഖയച്ചി എന്തിനാ പേടിക്കുന്നത്? ഒന്നുകൊണ്ടും പേടിക്കണ്ട. പിന്നെ വരുണേട്ടനെ പേടിച്ചിട്ടാണോ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ വരുണേട്ടനിൽ എനിക്ക് വലിയ പ്രതീക്ഷകളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് പറഞ്ഞു. വരുണേട്ടൻ എപ്പോൾ വേണമെങ്കിലും പിടിക്കപ്പെടാവുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും
രേഖ പറയാം. അപ്പം രേഖ അത് പറയുന്നത് കേട്ടപ്പോൾ ഗീതു പറഞ്ഞു, രേഖേച്ചി എന്തിനാ വിഷമിക്കുന്നത്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇനി ആരൊക്കെ പിടിക്കപ്പെട്ടാലും രേഖേച്ചിക്ക് ഒരിക്കലും ഈ കുടുംബത്തെ ചതിക്കാൻ കഴിയില്ലെന്നുള്ള കാര്യം കണ്ണേട്ടൻ അറിയാം. അതുകൊണ്ട് തന്നെ രേഖേച്ചി ആരും ഒന്നും ചെയ്യില്ല, അല്ലെങ്കിൽ ആരും ഉപദ്രവിക്കില്ല എന്നൊക്കെ പറഞ്ഞു. എന്തായാലും വരുണേട്ടൻ തെറ്റുകാരനായി വരുണേട്ടൻ്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചാൽ തീർച്ചയായും ഈ വീട്ടിൽ നിന്നും വരുണേട്ടൻ പുറത്തു പോകേണ്ടി വരും. വരുണേട്ടൻ അങ്ങനെ പുറത്തു പോയാൽ ഒപ്പം ഞാനും ഈ പടി ഇറങ്ങേണ്ടവൾ തന്നെയല്ലേ എന്ന് ചോദിച്ചു. പിന്നെ എനിക്കിവിടെ അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് താൻ എല്ലാം മുൻകൂട്ടി കാണുകയാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയും ചെയ്തു വരുണേട്ടൻ. അപ്പോൾ ഇവിടെ നിന്ന് പോയാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം തീരുന്നതാണോ എന്നുള്ള രീതിയിൽ ഗീതു ചോദിച്ചപ്പോൾ വരുണേട്ടൻ എന്തെങ്കിലും കൃത്രിമം കാണിച്ച് വരുണേട്ടനെ ഇവിടെ നിന്ന് പുറത്താക്കിയാലും അതുവഴി പുറത്താകേണ്ടി വന്നാലും എൻ്റെ ജീവിതത്തിൽ എന്നും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയും എൻ്റെ സ്വന്തം അനുജത്തിയും നീ തന്നെയായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് രേഖ ഇങ്ങനെ ഗീതുവിനോട് പറയും കേട്ടോ. അപ്പം ഗീതു അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി സന്തോഷത്തോടെ രേഖയുടെ 2 കൈകളും ചേർത്ത് പിടിച്ച് ഈ ജന്മത്തിൽ എനിക്ക് കിട്ടാതെ പോയ ഒരു സഹോദരിയാണ് രേഖേച്ചി എന്നുള്ള കാര്യവും പറയുന്നു. അങ്ങനെ ഇവർ 2 പേരും കൂടി വളരെ സന്തോഷത്തോടെ നിൽക്കുക. എന്നിട്ട് രേഖേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ആരൊക്കെ ഇവിടെ നിന്ന് പുറത്തു പോയാലും രേഖേച്ചിക്ക് ഒരു പോറൽ പോലും സംഭവിക്കില്ല, അത് ഞാൻ തരുന്ന ഉറപ്പാണ് എന്ന് പറഞ്ഞ് ഗീതു ഇങ്ങനെ രേഖയോട് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് രേഖയും വളരെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക. ഇതേ സമയത്ത് ഗീത എന്ത് തെളിവ് കൊണ്ടാണ് വരാൻ പോകുന്നത് എന്നുള്ള പേടിയും ഭയവും കാരണം ഇരിക്കപ്പുറത്തില്ലാതെ നെട്ടോട്ട് ഓടുവാണ് വരുണും അതുപോലെ തന്നെ രാധികയും. അവൾ എന്തോ ഒരു സീക്രട്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഇവർ 2 പേരും കൂടി അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ചും പെറുക്കിയും നടക്കുന്നു. ഈ സമയത്ത് ഗീതുവിൻ്റെ ഒരു കോള് വെയിറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ വിജയലക്ഷ്മി മേഡം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു, ഏത് നിമിഷവും പുറപ്പെട്ടു പോരാൻ പാകത്തിന്. അങ്ങനെ ആ ഒരു കാര്യങ്ങൾ ഇങ്ങനെ അവിടെ സംഭവിക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ ഗോവിന്ദനാണെങ്കിൽ കുളിച്ച് ഫ്രഷായി റെഡിയായി ഇതേ വരുന്നു. അപ്പോൾ ഗോവിന്ദൻ ഹാളിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ഗീതു വിളിച്ചതനുസരിച്ച് അവിടെ നിന്ന്, അതായത് നമ്മുടെ ഗീതുവിൻ്റെ വീട്ടിൽ നിന്നുള്ളവർ വരാനുള്ള സമയങ്ങളും കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു മകളുടെ വിളി പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ അച്ഛനും അമ്മയും ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. പക്ഷെ നമ്മുടെ ഗീതു പ്രിയയെ വിളിച്ചിട്ട് ഭർത്താവിനെയും കൂട്ടി, അതായത് വിനോദിനെയും കൂട്ടി അത്യാവശ്യമായിട്ട് അറക്കിലേക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പം എന്തിനാണെന്ന് ചോദിച്ചപ്പം വന്നിട്ട് പറയാം, അത്യാവശ്യമായിട്ട് വരണമെന്ന് പറയാം. അപ്പോൾ പ്രിയ ഈ കാര്യം ഇവരോട് പറഞ്ഞു പോവുകയാണെന്ന്. അപ്പോൾ ഇവരും വരാൻ തുടങ്ങി. പെട്ടെന്ന് അവരോട് വരണ്ടെന്ന് പ്രിയ പറഞ്ഞു. ഞങ്ങളോട് 2 പേരോടും ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്, അവിടെ അച്ഛനും അമ്മയും വരേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നും പ്രിയ ഇവരോട് പറയുവാണേ. അതൊക്കെ കേട്ടപ്പോൾ ഇവർക്ക് കലിപ്പായി. ഇവർ 2 പേരും കലിപ്പോട് കൂടി ഇങ്ങനെ നിൽക്കുക. ഇവിടെ ഞാനുണ്ടല്ലോ നമ്മളെ ശരിയാക്കും എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പം പിന്നെ അച്ഛൻ നോക്കിയും കണ്ടൊക്കെ നിൽക്കണം. പിന്നെ ഇനിയിപ്പോൾ അച്ഛനെ രക്ഷിക്കാൻ ആരും വന്നെന്ന് വരില്ല. ഇനി അഥവാ എങ്ങാനും അച്ഛനെ രക്ഷിക്കണമെങ്കിൽ ഒരേ ഒരാൾക്കേ കഴിയുള്ളൂ, അത് നമ്മുടെ ഗീതു ചേച്ചിക്കാം. പക്ഷേ ഗീതു ചേച്ചി ഒരിക്കലും അച്ഛന് വേണ്ടി വാദിക്കില്ല എന്നുള്ള കാര്യവും പറഞ്ഞ് നമ്മുടെ പ്രിയ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം അവളെ എനിക്ക് ചവിട്ടിക്കൂട്ടാനുള്ള കലിയുണ്ടെന്ന് ഭദ്രൻ പറഞ്ഞു. അപ്പോൾ വിലാസിനി പറഞ്ഞു അവളെ ചവിട്ടിക്കൂട്ടാനൊക്കെ വരട്ടെ, പക്ഷേ അവളോട് എനിക്ക് കലിപ്പൊക്കെ ഉണ്ട്. എങ്കിലും അവൾ പറഞ്ഞു ഒരു കാര്യം ശരിയാ, ഭദ്രേട്ടന് വേണ്ടി നമുക്ക് ഗീതുവിനെ കൊണ്ട് വാദിപ്പിക്കണം, അങ്ങനെ ഗീതുവിനെ സോപ്പിട്ട കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് 2 പേരും കൂടി ഇങ്ങനെ അതും ദിവാസ്വപ്നം കണ്ടു നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമായിട്ടാണ് നമ്മുടെ നാളത്തെ സൂപ്പർ ഹിറ്റ് കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നന്ദി.